എല്ലാവർക്കും നമസ്കാരം. മൈ സ്റ്റാറ്റിലേക്ക് സ്വാഗതം. രോഹിണി നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ഏപ്രിൽ 2025 എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഡീറ്റെയിൽസ് ആയി ഡിസ്ക്രിപ്ഷനിലുണ്ട്, നോക്കാവുന്നതാണ്. ഇനി നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. രോഹിണി നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ഏപ്രിൽ 2025 എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. Five of Pentacles, Ace of Pentacles, King of Cups, Wheel of Fortune, Six of Pentacles, Ace of Swords. Five of Pentacles and Six of Swords energy connections ആണ്. ഈ ഒരു മാസം, ഏപ്രിൽ മാസം നിങ്ങളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ദുരിതക്കയത്തിൽ നിന്നുള്ളൊരു കയറ്റം എന്ന് പറയാം. അതിൽ നിന്ന് കരകയറുന്ന ഒരു സാഹചര്യം എന്ന് പറയാം. ദുരിതത്തിൽ നിന്ന് കരകയറുന്ന ഒരു സാഹചര്യമാണ്. പ്രത്യേകിച്ച് സാമ്പത്തിക പ്രതിസന്ധി അനുഭവിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ലൊരു മാസമാണ്. എല്ലാ അർത്ഥത്തിലും നിങ്ങൾ തീരെ പ്രതീക്ഷിക്കാതെ അപ്രതീക്ഷിതമായിട്ട് ധനലാഭം ഉണ്ടാവാം. അതല്ലാത്തവരെ സംബന്ധിച്ചും നിങ്ങളിപ്പോൾ ആർക്കെങ്കിലും പണം കടം കൊടുത്തിട്ടുണ്ട്, ഇതുവരെ തിരിച്ചു കിട്ടിയിട്ടില്ല, മറ്റുള്ളവർക്ക് വീട് പണിക്കോ മറ്റെന്തെങ്കിലും കാര്യങ്ങൾക്കോ സഹായകരമായിട്ട് വേണ്ടിയിട്ട് നിങ്ങൾ എന്തെങ്കിലും ആവശ്യമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് കുറച്ച് പൈസ ആരെങ്കിലും ഏൽപ്പിച്ചതാവാം. എന്ത് തരത്തിലാണെങ്കിലും കുറച്ച് പൈസ, നിങ്ങളുടെ പൈസ മറ്റൊരാളുടെ കയ്യിലുണ്ട്, അത് തിരിച്ച് നിങ്ങളിലേക്ക് ഇതുവരെ എത്തിയിട്ടില്ല എങ്കിൽ അത് തിരിച്ചെത്തുന്ന ഒരു സമയമാണ് ഏപ്രിൽ മാസം എന്ന് പറയുന്നത്. മറ്റുള്ളവരുടെ കയ്യിൽ അകപ്പെട്ടിട്ടില്ല നിങ്ങളുടെ പണം നിങ്ങളിലേക്ക് തിരിച്ചെത്തുന്നതും ആവാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് എത്താനുള്ള കാര്യങ്ങൾ, ഇപ്പോൾ നിങ്ങൾ എന്തെങ്കിലും കേസ് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്, ഇപ്പോൾ ലീഗലായിട്ട് സ്ഥലമോ മറ്റെന്തെങ്കിലും കാര്യങ്ങളോ വീടോ മറ്റു കാര്യങ്ങളൊക്കെ കേസിൽ കിടക്കുന്ന, ഇപ്പോൾ നിങ്ങൾ ചില ആളുകളെ സംബന്ധിച്ച് ഇവിടെ കാണുന്നത് നിങ്ങൾ വീടൊക്കെ വാടകയ്ക്ക് കൊടുത്തിട്ടുണ്ടാവാം. അപ്പോൾ അത് തിരിച്ച് വീണ്ടും നിങ്ങളിലേക്ക് എത്താനായിട്ട് വാടകയ്ക്ക് കൊടുത്തുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് പ്രശ്നവും വാടകക്കാരുമായിട്ടുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയോ, ലീഗൽ ഡോക്യുമെൻസിൻ്റെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ, അതൊക്കെ മാറിക്കിട്ടുന്നത്. അതായത് നിങ്ങളുടെ ധനം എവിടെയോ കുടുങ്ങിക്കിടക്കുന്നത്, ധനം വരാനുള്ള മാർഗം കുടുങ്ങിക്കിടക്കുന്ന സാഹചര്യം ഉണ്ടല്ലോ, പല കാരണങ്ങൾ കൊണ്ട് എന്തെങ്കിലും ലീഗൽ ഇഷ്യൂസ് കാര്യങ്ങൾ അതൊക്കെ ഒഴിവായി കിട്ടുന്നുണ്ട്. ആ ഒരു നിയമക്കുരുക്ക് മാറിക്കിട്ടുന്നു എന്നുള്ളത്, ധനം നിങ്ങളിലേക്ക് എത്തുന്നു. ചില ആളുകൾ FD കാര്യങ്ങളായിരിക്കും, അല്ലെങ്കിൽ പ്രൊവിഡൻറ്റ് ഫണ്ടോ പെൻഷനോ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ കുറച്ചധികം തുക നിങ്ങളിലേക്ക് എത്തണം. ആ എത്താനുള്ള ഇതുവരെ എത്തിയിട്ടില്ലാത്തത് ഈ ഏപ്രിൽ മാസത്തിൽ നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതായിട്ടുള്ള ഒരു സൂചന തരുന്നുണ്ട്. അതേപോലെ തന്നെ ചില ആളുകളെ സംബന്ധിച്ച് ഇവിടെ നിങ്ങളുടെ സാലറി ഇപ്പോൾ കുറച്ചധികം 2-3 മാസമായിട്ട് സാലറി കിട്ടിയിട്ടില്ല, അല്ലെങ്കിൽ കമ്പനി നഷ്ടത്തിലോ അല്ലെങ്കിൽ അങ്ങനെ പല പല കാരണങ്ങൾ കൊണ്ടിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ളവരും സാലറി ഒരു തുക ഒരുമിച്ച് നിങ്ങളിലേക്ക് എത്തുന്ന സിറ്റുവേഷൻ ആവാം. അങ്ങനെ പലതരത്തിൽ പലരുടെയും സാഹചര്യം അനുസരിച്ചിട്ട് ഇത് വ്യത്യാസപ്പെട്ടിരിക്കും. നിങ്ങളിലേക്ക് ധനം വരാനുള്ളത് കുടുങ്ങിക്കിടക്കുന്നത് നിങ്ങളിലേക്ക് എത്തുന്നുണ്ട്. പിന്നെ ഈ ഒരു മാസം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ ഏതെങ്കിലും ശിവക്ഷേത്രത്തിൽ, അതേപോലെ ശിവക്ഷേത്രത്തിൽ സന്ദർശിക്കുകയോ കൂവളമാല ശിവന് ചാർത്തുകയോ ചെയ്യാം. അതുപോലെ ഗണപതി ക്ഷേത്രത്തിൽ നാളികേരം ഉടയ്ക്കുന്നതും നല്ലതായിരിക്കും. വലിയൊരു തുക നിങ്ങളിലേക്ക് എത്താനുള്ളത് മുടങ്ങിക്കിടക്കുന്നത് ഗണപതിയെ മനസ്സിൽ ധ്യാനിക്കുക. 1-ാം തീയതി ദിവസം, മലയാള മാസത്തിലാണ് നമ്മൾ പൊതുവെ പറയുന്നത്, എന്നിരുന്നാലും ഈ ഒരു മാസം തുടങ്ങുന്നതിന് മുമ്പായിട്ട് ഈ മലയാള മാസം 1-ാം തീയതി ഇപ്പോൾ കഴിഞ്ഞു. അപ്പോൾ ഇനി അടുത്ത ഇംഗ്ലീഷ് മാസത്തിലാണെങ്കിലും 1-ാം തീയതി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു തിങ്കളാഴ്ച ദിവസമായിട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ അത് ചെയ്യുക. പിന്നെ ഏസ് ഓഫ് പെൻറ്റക്കിൾസ് ആൻഡ് വീൽ ഓഫ് ഫോർച്യൂൺ എനർജിയാണ്. വലിയ സാമ്പത്തിക തടസ്സങ്ങളൊന്നും പ്രശ്നങ്ങളൊന്നും ഇല്ല, തിരക്കേറ്റില്ലാത്ത സാമ്പത്തികമായിട്ട് പോകുന്നവരാണെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങളിലേക്ക് വീണ്ടും ധനം വരുന്നതാണ്. ധനലാഭം, അത്യുഗ്രമായിട്ടുള്ള ധനലാഭമാണ് കാണിക്കുന്നത്. ഇവിടെ എടുത്ത് പറയാനുള്ള ഒരു കാര്യം, ഈ ഒരു സമയത്ത് നിങ്ങൾ ബിസിനസ്സോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുള്ളവർ ബിസിനസ്സൊക്കെ നല്ല രീതിയിൽ പുരോഗമിച്ച് മുന്നോട്ടേക്ക് പോകുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലും ധനം കയ്യിലേക്ക് വരാൻ വേണ്ടുന്നതായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, ചെറിയ രീതിയിലുള്ള ബിസിനസ്സോ മറ്റെന്തെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ധനം അത് കൈകളിലേക്ക് എത്താനുള്ള കാര്യങ്ങൾ തുടങ്ങി വയ്ക്കാൻ പറ്റുന്നൊരു സമയമാണ്. ഈ ഒരു മാസം നിങ്ങൾ ഏറ്റെടുക്കുന്ന പ്രവൃത്തികൾ, ബിസിനസ്സോ അല്ലെങ്കിൽ ജോലിയോ മറ്റു കാര്യങ്ങൾ, ബിസിനസ്സിലാണെങ്കിൽ പുതിയ ബിസിനസ്സോ എന്തെങ്കിലും പുതിയ കൊലാബറേഷനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിൽ ജോലി ചെയ്യുന്നവരാണെങ്കിൽ ഇപ്പോൾ ജോലിയിൽ പുതിയ പ്രൊജക്റ്റ് ഏറ്റെടുത്ത് ചെയ്യുക, അല്ലെങ്കിൽ ജോലി നിങ്ങൾക്ക് ബോണസോ അല്ലെങ്കിൽ
മറ്റെന്തെങ്കിലും തരത്തിൽ ഇൻസെൻറ്റീവ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നിങ്ങളിലേക്ക് കൂടുതലായിട്ട് ധനം എത്തിച്ചേരുന്നുണ്ട്. സൈഡായിട്ട് എന്തെങ്കിലും ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങുന്ന സിറ്റുവേഷൻ കാണിക്കുന്നുണ്ട്. ഇനി നിങ്ങളിപ്പോൾ ജോലി ചെയ്യുന്ന ഒരു വ്യക്തി അല്ല എങ്കിൽ പോലും വളരെ നല്ല സമയമാണ്. വിദ്യാർത്ഥികളാണെങ്കിൽ പോലും നിങ്ങൾക്ക് അപ്രതീക്ഷിതമായിട്ട് കുറച്ച് നിങ്ങൾക്ക് പോക്കറ്റ് മണി ആയിട്ട് കിട്ടാനുള്ളത് അനുസരിച്ചിട്ടാണെങ്കിൽ പോലും തീരെ ചെറിയ തുകയായിരിക്കില്ല. നിങ്ങളെ സംബന്ധിച്ച് വിദ്യാർത്ഥികളാണെങ്കിൽ അവരെ സംബന്ധിച്ച് അവരുടെ ഇതിനനുസരിച്ചിട്ട് വലിയൊരു തുക തന്നെയായിരിക്കും നിങ്ങളിലേക്ക് എത്താൻ. ചെറിയ രീതിയിൽ എന്തെങ്കിലും വർക്ക് ചെയ്തിട്ട് നിങ്ങളിലേക്ക് നല്ല ധനലാഭം എത്തുന്നതാവാം. ഇനി വീട്ടമ്മമാരാണെങ്കിൽ പോലും നിങ്ങളിലേക്ക് ധനം എത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പം ഇവിടെ എടുത്തു പറയാനുള്ള ഒരു കാര്യം, നിങ്ങൾ ഇനി ഇപ്പോൾ വിദ്യാഭ്യാസം ഉള്ള വ്യക്തിയാണെങ്കിലും വിദ്യാഭ്യാസം ഇല്ലാത്ത വ്യക്തിയാണെങ്കിലും ജോലി ഉള്ളതാണെങ്കിലും ഇല്ലാത്തതാണെങ്കിലും ഒരു വീട്ടമ്മയാണ് എങ്കിലും ഏത് സിറ്റുവേഷനിലാണെങ്കിലും നിങ്ങളിലേക്ക് ധനം എത്താനുള്ള സാധ്യതകൾ വരികയാണ്. അപ്പോൾ ചെറിയ രീതിയിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ആരെങ്കിലും നിങ്ങൾക്ക് ധനം ഉണ്ടാക്കാൻ പറ്റുന്ന കാര്യം പറയുകയാണെങ്കിൽ അതെനിക്ക് പറ്റില്ല, അല്ലെങ്കിൽ അത് അങ്ങനെയൊക്കെയുള്ള ചിന്തയിലേക്ക് പോവുകയോ നോ പറയുകയോ ചെയ്യാതിരിക്കുക. നിങ്ങളത് ആദ്യം അതിലേക്ക് എസ് പറയുന്നതായിരിക്കും നല്ല, അല്ലെങ്കിൽ അതെന്താണ് എന്നുള്ളത് കൂടുതൽ അന്വേഷിക്കുക. കാരണം വളരെ ധനപരമായിട്ട് ഏറ്റവും നല്ലൊരു സമയം എന്ന് തന്നെ പറയാമാണ് ഏപ്രിൽ മാസം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം. ഐശ്വര്യത്തിൻ്റെ തന്നെ വിഷു കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ഐശ്വര്യത്തിൻ്റെ ഒരു മാസം കൂടിയിട്ടാണ്. നിങ്ങൾക്ക് വളരെയധികം ധനപരമായിട്ട് അത്യുഗ്രൻ മാസമാണ് ഈ ഒരു മാസം എന്ന് പറയുന്നത്. ഏസ് ഓഫ് പെൻറ്റക്കിൾസ് ആൻഡ് ഏസ് ഓഫ് സോഡ്സ് എനർജിയാണ്. ഇപ്പോൾ പുതിയ ഐഡിയാസ് പുതിയ കാര്യങ്ങളൊക്കെ വരുന്ന സമയം കൂടിയിട്ടാണ്. ചില ആളുകൾ നിങ്ങൾ പുതിയ ഐഡിയാസൊക്കെ പ്രയോജനപ്പെടുത്തുന്നുണ്ട്. ഇപ്പോൾ ചിലപ്പോൾ ഷെയർ ട്രേഡിംഗ്, മാർക്കറ്റിംഗ് പോലുള്ള കാര്യങ്ങളാവാം. പുസ്തകങ്ങൾ എഴുതുന്നത് അല്ലെങ്കിൽ സാഹിത്യം, പോലെയുള്ള കലാപരമായിട്ടുള്ള കാര്യങ്ങളിലൂടെ ധനസമ്പാദനത്തിന് സാധ്യത സൂചിപ്പിക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾ ചില ആളുകൾ കലാപരമായിട്ടുള്ള മേഖലയിലേക്ക് തിരിയാം, ജോലിയിൽ നിന്ന് മാറി, അല്ലെങ്കിൽ പുസ്തകങ്ങൾ എഴുതാനുള്ള സാധ്യത. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സമയം വിദ്യാഭ്യാസപരമായിട്ട് പറയുകയാണെങ്കിൽ ഈ ഒരു സമയം വിദ്യാഭ്യാസപരമായിട്ടുള്ള കാര്യങ്ങളിൽ ഒന്ന് ശ്രദ്ധിക്കുക. കാരണം ഈ പറഞ്ഞ പോലെ കുറച്ചൊരു സാമ്പത്തികമായിട്ടുള്ള സാധ്യതകൾ വരുമ്പോൾ പഠിത്തത്തിൽ നിന്ന് ശ്രദ്ധ ചിലപ്പോൾ കുറഞ്ഞേക്കാം. അപ്പോൾ അത് പഠിത്തത്തിൽ ശ്രദ്ധിക്കുക. സാമ്പത്തിക കാര്യങ്ങൾ അല്ലെങ്കിൽ ധനം സമ്പാദിക്കാനുള്ള തിരക്കിൽ പഠിത്തം ഉഴപ്പാതിരിക്കുക എന്നുള്ളതാണ് എടുത്ത് പറയാനുള്ള മറ്റൊരു കാര്യം. അപ്പോൾ അതുപോലെ തന്നെ പുതിയ ഐഡിയാസൊക്കെ വരുന്നത് പ്രായോഗികമായിട്ട് എങ്ങനെയാണ് എന്ന് നോക്കി അതിനനുസരിച്ചിട്ട് പ്രവർത്തിക്കാം. ഒരു പലരെയും സംബന്ധിച്ച് ഈ ഒരു മാസം എന്ന് പറയുന്നത് ഒരു പുതിയൊരു പുനർജന്മം എന്ന് തന്നെ പറയാവുന്ന ഒരു കാര്യമാണ്. കാരണം നിങ്ങളുടെ ലൈഫിൽ വലിയ മാറ്റം സംഭവിക്കുന്ന ഒരു മാസമാണ്. എല്ലാ അർത്ഥത്തിലും മാറ്റങ്ങൾ സംഭവിക്കുന്ന ഒരു സമയമാണ് ഏപ്രിൽ മാസം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം. പല നിങ്ങൾക്ക് അസ്ട്രോളജി ബേസിസിൽ പറയുകയാണെങ്കിൽ ശനി മാറ്റവും കാര്യങ്ങളൊക്കെ സംഭവിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ധനപരമായിട്ട് ഒത്തിരി ലാഭം ഉണ്ടാകുന്നതാണ്. അതേപോലെ ക്യൂൻ ഓഫ് കപ്സ് ആൻഡ് 6 ഓഫ് പെൻറ്റക്കിൾസ് എനർജി കണക്ഷൻസ് ആണ്. അപ്പോൾ വൈകാരികമായിട്ട് വളരെയധികം കുറച്ച് സെൻസിറ്റീവ് ആവുകയാണ്. വൈകാരികത കൂടുതൽ വളരെയധികം എന്ത് കാര്യത്തെയും വൈകാരികമായിട്ട് ചിന്തിക്കുന്ന ഒരു രീതിയാണ്. പെട്ടെന്ന് സങ്കടം വരിക, പെട്ടെന്ന് ദേഷ്യം വരിക, അങ്ങനത്തെ ഒരു രീതിയാണ്. അപ്പോൾ ടെൻഷനും അതുകൊണ്ട് പല കാര്യങ്ങളിലും ഒരു കാര്യമില്ലെങ്കിലും കുറച്ച് ടെൻഷൻ വന്നേക്കാം. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് ടെൻഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാം. മെഡിറ്റേറ്റ് ചെയ്യുക, നെഗറ്റീവ് ചിന്തകൾ മാറ്റി വയ്ക്കുക. അപ്പോൾ ഈ ഒരു കാര്യത്തിലൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. വളരെ ഏതൊരു കാര്യത്തിനും ഓവർ തിങ്കിങ്, അതായത് ആവശ്യത്തിൽ കവിഞ്ഞ് അമിതമായിട്ടുള്ള ചിന്തിച്ച് കൂട്ടി കാട് കയറാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ ഈ ഒരു സെൻസിറ്റീവ് ആയിട്ടുള്ളൊരു ഇതിലേക്ക് പോകുന്നത് കൊണ്ട് തന്നെ ഏതൊരു സിറ്റുവേഷനിൽ മെഡിറ്റേഷൻ ചെയ്യുന്നത് വളരെ ഉപയോഗപ്രദമായിരിക്കും. യോഗ, മെഡിറ്റേഷൻ പോലുള്ള കാര്യങ്ങൾ, സ്വയം സെൽഫ് കൺട്രോളിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാം. അത് നല്ല രീതിയിൽ പ്രയോജനം ചെയ്യുന്ന ഒന്നായിരിക്കും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം. പിന്നെ പറഞ്ഞ പോലെ കിടക്കുന്നതിന് മുമ്പ് അനാവശ്യമായിട്ടുള്ള ഇപ്പോൾ മൊബൈലൊക്കെ കാണുന്ന ശീലമുള്ളവരാണെങ്കിൽ അതൊക്കെ മാറ്റി വയ്ക്കുക. പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക. ആങ്സൈറ്റി, സ്ട്രെസ്, ഉറക്കമില്ലായ്മ കാര്യങ്ങളൊക്കെ വരുന്നുണ്ടാവാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ പോലെ ഈ മൊബൈൽ കിടക്കുന്നതിന് തൊട്ട് മുമ്പ് വരെ മൊബൈൽ നോക്കിയിരിക്കുന്ന ശീലം ഒഴിവാക്കുകയോ, നല്ല കിടക്കുന്നതിന് മുമ്പ് പ്രാർത്ഥിച്ചിട്ട് കിടക്കുക, ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് നല്ല പ്രയോജനം ചെയ്യുന്ന ഒരു കാര്യമായിരിക്കും. കുറച്ച് സെൻസിറ്റീവ് ആയിരിക്കും. അപ്പോൾ നിങ്ങളുടെ ചുറ്റുമുള്ള ആളുകൾ അവരെ പറയുന്ന എല്ലാ കാര്യത്തിനും നിങ്ങൾ റിയാക്ട് ചെയ്യാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് നേരത്തെ ശ്രദ്ധിച്ചാൽ അധികം വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ പോകാൻ പറ്റുന്നൊരു സമയം കൂടിയിട്ടാണ് ഈ ഒരു മാസം എന്ന് തന്നെ പറയാം. ഓക്കെ,
അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ താഴെ ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക, എങ്കിൽ മാത്രമേ മുന്നോട്ടേക്കുള്ള വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. ഈ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം.